ഇല്ലാടല്ലേ SRKT വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇല്ലാടല്ലേ ഏകദേശം 14,000 സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചാനൽ മെയിനായിട്ട് എന്താ വെച്ചാൽ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിൽ കംപ്ലീറ്റ് റിയാക്ഷൻ വീഡിയോസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറന്റ് എന്തൊക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ റിയാക്ട് ചെയ്തിട്ടില്ലാണ് ആ ചേച്ചിയുടെ വീഡിയോസിൽ കണ്ടന്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇന്നാളോട് കണ്ടില്ല 5 ദിവസമായി ഇല്ലാടല്ലേ വീഡിയോ ഇട്ടിട്ട്. ബട്ട് 5 ദിവസമായെങ്കിലും നമ്മളെ നോക്കുന്ന സമയത്ത് വീഡിയോ വൻ റീച്ചാണ്. വൻ റീച്ച് പറഞ്ഞാൽ സംഭവം പ്രശ്നമാണ് കേട്ടല്ലേ. അതെന്താ സംഭവം ചോദിച്ചാൽ ഞാൻ ക്യാപ്ഷൻ ചെയ്യാൻ വയ്യ. യൂട്യൂബ് മെമ്പർഷിപ്പ് വഴി തുണി അഴിച്ച് കാണിക്കൂ ആ വൃത്തികെട്ട വുമൺ കാണിക്കുന്ന ആ വൃത്തികെട്ട സ്ത്രീക്കെതിരെയുള്ള നിയമ നടപടി ഉടൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ തികച്ചും ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. സമൂഹത്തിന് അപമാനമായ സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്താക്കുക. എന്താ സംഭവം ചോദിച്ചില്ല ആ ഒരു അവർക്കെതിരെ അവർ പേരൊക്കെ പറയാൻ അറിയില്ല. പക്ഷെ പേര് പറയുന്ന സമയത്തൊക്കെ ഇവരെന്തോ മറ്റേ ഒരു വോയിസ് ഓവറൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് പേര് കേൾക്കാത്ത വിധത്തിൽ മനസ്സിലായില്ലേ. അത് ആരാന്നുള്ളത് അറിയില്ല. എനിക്കിപ്പോഴും അറിയില്ല. വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് തരാം. നിങ്ങൾക്ക് കേട്ടിട്ട് ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ പരിപാടി അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടില്ലാട്ടല്ലേ. അപ്പോൾ അവർ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് വീഡിയോസ്. അപ്പോൾ ഇവർ എന്താ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് എന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ രാത്രി ഇവരുടെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര പൈസക്കാണ് എടുക്കുന്നത്? അപ്പോൾ 299 വരെ പ്ലാന് പോയാണ് കേട്ടല്ലേ. നമ്മൾ റീചാർജ് പ്ലാൻ അല്ല, അതുപോലെ ഒരു പ്ലാന് പോയാണ്. ഇപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അവർ കാണിച്ചു തരില്ല. മനസ്സിലല്ലേ? എന്താ വെച്ചാൽ അങ്ങനെയാണ്. പൈസ കൂടുതൽ കൊടുത്താൽ കൂടുതൽ കാണിച്ചു തരും. അതാണ് അവർ. അതെനിക്ക് ആരാണെന്ന് ഇനിയും അറിയില്ല. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തിട്ടല്ലേ കുറേ പ്രാവശ്യം കേട്ടു. ഞാൻ 5-6 പ്രാവശ്യം വീഡിയോ പ്ലേ ചെയ്ത് കേട്ടു. പക്ഷെ അവരുടെ പേര് പറയുന്ന അവിടെ ഇവരെന്തോ വോയിസ് ഓവർ ആഡ് ചെയ്യുക. നമുക്ക് കേൾക്കില്ല. നമുക്ക് കേൾക്കില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യില്ല. കേട്ട് ഞാൻ ബാക്കി പറയാം. എന്താ വെച്ചാൽ ഈ ചേച്ചി ലൈവിൽ പോയിട്ട് ആദ്യം ഈ ചേച്ചി അവർക്കെതിരെ ലൈവിൽ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തപ്പോൾ മറ്റേവർ സ്ട്രൈക്ക് കൊടുത്തില്ലല്ലോ. ഇവർ ചാനൽ സ്ട്രൈക്ക് കൊടുത്തു. എന്നിട്ട് ചേച്ചി പിന്നെയും എഗെയിൻസ്റ്റ് ആ ലൈവിൽ പോയി അവർ പറഞ്ഞു ചേച്ചി സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം, ഞാൻ അറിയാതെ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു. ബട്ട് അവർ സമ്മതിച്ചില്ല. എന്നിട്ട് അതിന് ശേഷമാണ് ഇവർ ഈ വീഡിയോ ഇടുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം. മക്കൾ ഇവർക്കുണ്ട്. ആണിനാണും പെണ്ണിന് പെണ്ണുമായിട്ട് ഇവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഓൺലൈൻ, അതായത് യൂട്യൂബിൽ ഇവർക്ക് 2-3 ചാനലുകളുണ്ട്. അതിൽ ഇവർ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവാണ് ഇവരുടെ മെയിൻ പരിപാടി. അതായത് ഇവർ കണ്ട ചക്കപ്പോത്ത് കണക്ക് ചക്കപ്പോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. തേങ്ങ പോലത്തെ ഒരു മോന്തയുണ്ട്, പിന്നെ വേറെ 2 മത്തങ്ങ പോലത്തെ 2 സാധനവും ഉണ്ട്. അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ഇവർ ഈ ആണുങ്ങളെയൊക്കെ വശീകരിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിൽ വരിക. ലൈവിൽ വന്നിട്ട് ഇവർ ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഇവർ പലതും കാണിച്ച് ആണുങ്ങളെ വശീകരിക്കുന്നു. എന്നിട്ട് ഇവരുടെ ചാനലിലേക്ക് ഇവരുടെ എന്താ പറയുക കൂടുതൽ വീഡിയോസ്, ഹോട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്നും അങ്ങനെ ലൈവ് കാണാൻ പറ്റത്തില്ല. അതിന് ലൈവ് കാണണം എന്നുണ്ടെങ്കിൽ ഒരു സംഭവം ചെയ്യണം. അതായത് പൈസ കൊടുത്തിട്ട് അതിന് വേണ്ട ഒരു മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ ഇവരുടെ ഹോട്ടായിട്ടുള്ള ലൈവുകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ത്രീയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് എടുപ്പിക്കുക. ആണുങ്ങളെ കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നു. എന്നിട്ട് രാത്രി 1 മണി മുതൽ വെളുപ്പിന് 5 മണി വരെയാണ് ഇവരുടെ ഹോട്ട് ലൈവ് നടക്കുന്നത്. അപ്പോൾ ഈ മെമ്പർഷിപ്പ് എടുക്കുന്നത് പല റേറ്റാണ്. അതായത് റേറ്റ് കൂടുന്നതനുസരിച്ച് കാണിക്കുന്നതിൻ്റെ ഒരു ഇതും കൂടും. അപ്പോൾ അവരുടെ 200 സംതിങ്, 299, 399 അങ്ങനെ റേറ്റുകൾ കൂടുന്നതനുസരിച്ച് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരെ കാണാനാണെങ്കിൽ ഒരു വകയ്ക്കുള്ളതില്ല. സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോ കാണുന്നത് എന്താ പറയുക, ശരിക്കും അവരുടെ വീഡിയോസ് കാണുന്നവരെ കുറിച്ച് എനിക്ക് പറയാനുള്ള, ആ ആണുങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രരാണ് നിങ്ങൾ. അവളുടെ മെമ്പർഷിപ്പ് പോയിട്ട് ഇത്രയും പൈസ മുടക്കി കാണുന്ന നിങ്ങൾ ഏറ്റവും വലിയ ദരിദ്രന്മാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അങ്ങനെ ഒരു തവള, ഒരു എന്താ പറയുക, അവളെ ചക്കപ്പോത്ത് അവിടെ മോന്ത കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പട്ടിക്കാട്ടെടുത്ത് മോന്തൊക്കെ തേച്ചു കൊടുത്താൽ അതുപോലത്തെ ഒരു മോന്ത. പക്ഷെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ ചാനൽ ഇവളുടെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ട് അതിൽ ഇവളുടെ ഫോട്ടോ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ അതിനവൾ സ്ട്രൈക്ക്, എൻ്റെ ആ ഒരു വീഡിയോക്ക് സ്ട്രൈക്ക് തന്നു. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ അവളുടെ ലൈവിൽ ചെന്നിട്ട് അവളുടെ കാല് പിടിച്ച് പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ ആ വീഡിയോ റിമൂവ് ആക്കാം, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ചാനലിൻ്റെ സ്ട്രൈക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ കാല് പിടിച്ചു. അപ്പോൾ അവൾ എന്നെ അപമാനിച്ചു. അവളുടെ ലൈവിൽ വെച്ചിട്ട് അവൾ ഒരുപാട് എന്നെ അപമാനിച്ചു. അവളുടെ ലൈവിലുണ്ടായിരുന്ന കുറേ ചീത്തയും കറിയൊക്കെ എന്നെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുക ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഇന്നലെ ഞാൻ അവളുടെ ലൈവിൽ പോയിട്ട് അവളുടെ കാല് പിടിച്ചത്. ഇനിയിപ്പോൾ എനിക്കൊന്നും പേടിക്കുന്നതായില്ല. കാരണം എന്തായാലും അവളെക്കുറിച്ച് ഞാൻ ചെയ്ത അവളുടെ ഫോട്ടോ ഇട്ടത് കൊണ്ടാണ് അവൾക്ക് എനിക്ക് സ്ട്രൈക്ക് തരാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഞാൻ അവളെക്കുറിച്ച് ചെയ്ത ആ ഒരു വീഡിയോ അതിനെന്തായാലും അവൾ സ്ട്രൈക്ക് തന്നു. അതിൽ കൂടുതലൊന്നും എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും തോറ്റു കൊടുക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇനി പൊരുതി തന്നെ മുന്നോട്ട് തന്നെ ഞാൻ പോകും. ഇനി കൂടുതൽ വേറെ വിഷയങ്ങളിലേക്കൊന്നും പോകാതെ ഞാൻ ഇവളെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഇവളുടെ ലൈവിലുണ്ടായിരുന്ന കുറേ ഭ്രാന്തന്മാരും കുറേ ഞരമ്പ് രോഗികളും കുറേ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കുറേ അവന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇവളേതാണ്, ഇവളുടെ ചാനൽ പൂട്ടിക്കണം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, എടാ ഇവളുടെ ഈ ഒരു ചക്കപ്പോത്ത് പോലത്തെ ഇത് കാണാനായിട്ട് നിന്നെ പോലെയുള്ള കുറേ തന്ത ഇല്ലാത്തവന്മാരല്ലടാ പോയിട്ട് ഇവളുടെ ഈ പരിപാടി കാണുന്നത്.
അപ്പോൾ എന്തായാലും ഞാനങ്ങനെ തോറ്റു പിന്മാറാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. എന്തായാലും മനുഷ്യാവകാശ നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊരു സാധാരണക്കാരിയാണ്, അതിലുപരി ഞാനൊരു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയാണ്. എങ്കിലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് പൊരുതിയേ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. കാരണം ഞാൻ നിമിഷ ബിജോയുടെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജ് എനിക്കൊന്ന് മോളെ നിമിഷ ബിജു ഒന്ന്. അപ്പൊ അതാണ് കിലോടെ നിങ്ങൾ കണ്ടില്ലേ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മെയിൻ പരിപാടി ലൈവാണ് കിടല്ലേ. ലൈവ് എന്ന് പറഞ്ഞാൽ ലൈവ് ചേച്ചി പറയുന്നിട്ട് തേങ്ങ പോലത്തെ ഒരു മുഖവും മത്തങ്ങ പോലത്തെ 2 സാധനവും, അതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതൊക്കെ കാണിച്ചിട്ടാണ് ഇവർ ലൈവ് ഇടുന്നത്, മനസ്സിലായില്ലേ? മെമ്പർഷിപ്പ് നിങ്ങൾ എത്ര പൈസ കൂടുതൽ കൊടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സംഭവം കൂടുതലായിരിക്കും കിലോടല്ലേ. അതാണ് അവസ്ഥ. അപ്പോൾ അവർക്കെതിരെ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ അവരിപ്പോൾ ഇങ്ങനെ ലൈവ് ഒക്കെ ഇടുമ്പോൾ നമ്മളത് പോയിട്ട് റിപ്പോർട്ടിങ് എല്ലാം അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചാനലിൽ സ്ട്രൈക്ക് വന്നിട്ട് സാധനം അടിച്ചു കൂട്ടി പോകും. അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുക. എനിക്ക് ധാരാളം ഇനിയും മനസ്സിലായില്ല, സത്യം പറയല്ലോ. ഞാൻ പറഞ്ഞു അവർ ആ പേരൊക്കെ പറയുന്ന സമയത്ത് എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നുണ്ട്, അത് കാരണം നമുക്ക് കേൾക്കാനേ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അതേ വഴിയുള്ളൂ. എന്ന് വെച്ചാൽ ഇതിപ്പോൾ കുട്ടികളും ഇല്ലാതെ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയവർക്ക് മാത്രമല്ല കുട്ടികളും കാണുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഈ അണ്ടർ 18 അല്ലെങ്കിൽ ആ കുട്ടികളും പെൺകുട്ടികളൊക്കെ കാണുന്നതാണ്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരും അതുപോലെയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ കൂടുതൽ സാധ്യതയുണ്ട്. യൂട്യൂബറിന് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു സാധനം കണ്ടു വെച്ച് കഴിഞ്ഞാൽ അതിന് സജഷൻ ലിസ്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്താണ്, കുട്ടികൾ കൂടുതൽ വഴിതെറ്റും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പം തന്നെ നിർത്താൻ പറ്റിയ നിർത്തുകയില്ലല്ലേ, അതേ നമുക്കും പറയാനുള്ളൂ. നിങ്ങളായെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ ഇതൊന്നും റിപ്പോർട്ട് അടിച്ച് കളയാതെ പറയാനുള്ളൂ ഇല്ലടല്ലേ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അത് ആരാണെന്ന് എനിക്കിനി മനസ്സിലായില്ല. അപ്പോൾ ഇവരുടെ ചാനൽ വന്നിട്ട് ഇല്ലടല്ലേ SRKT വേൾഡ് ആണ്. അപ്പോൾ ചേച്ചിക്ക് ഇനിയിപ്പോൾ പേഴ്സണലായിട്ട് ആരെങ്കിലും അറിയുന്നെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക ഏത് ചാനൽ എന്നുള്ളതൊക്കെ. നമുക്കും അതേ പറയാനുള്ളൂ. നിങ്ങൾ അങ്ങനത്തെ കാണുന്ന റിപ്പോർട്ട് അടിക്കുക സ്പോട്ടിൽ. അപ്പോൾ അത്രേ ഉള്ളൂ.